നമ്മൾ പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ടീനേജ് ആയിട്ടുള്ള, അതായത് കൗമാരക്കാരായിട്ടുള്ള കുട്ടികൾ അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിനെ എങ്ങനെ ഡീൽ ചെയ്യണം എന്ന് നമുക്ക് അറിയുന്നില്ല എന്നുള്ള കാര്യം. സോ ഹായ് ദേർ, ദിസ് ഇസ് ഡോക്ടർ ആര്യ ദേവി. ഇന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. ഇതിനെക്കുറിച്ച് 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുട്ടികൾ അവരുടെ ഇമോഷൻസ്, ചിലപ്പോൾ അവരുടെ വിഷമമായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ദേഷ്യമോ ടെൻഷനോ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് നമ്മളെടുത്ത് പറയാൻ വരുമ്പോൾ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്ന കാര്യം പലപ്പോഴും നമ്മൾ വേഗം തന്നെ അവരെ ശകാരിക്കാനോ അല്ലെങ്കിൽ ഉപദേശിക്കാനോ ആയിട്ട് നമുക്ക് ആ ഒരു ടെൻഡൻസി വരാറുണ്ട്. അവർക്ക് വേണ്ട കാര്യം എന്താണെന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അവർക്ക് വേണ്ടത് നമ്മളുടെ ഇമോഷണൽ സപ്പോർട്ടാണ്. അതായത് അവരുടെ വിഷമങ്ങളായിക്കോട്ടെ, സങ്കടങ്ങളായിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും അത് നമ്മൾ മനസ്സിലാക്കുന്നു, നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നു എന്നുള്ള ഒരു സപ്പോർട്ടാണ് അവർക്ക് ആവശ്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഇമോഷൻസ് നമ്മൾക്ക് ആ ഒരു ഇമോഷൻ എന്താണെന്ന് മനസ്സിലാക്കി അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, അതായത് അതിനെ പേരെടുത്ത് എക്സ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്ട്രെസ്സ് നമുക്ക് അത്രത്തോളം കുറഞ്ഞു കിട്ടും, നമുക്ക് വളരെ ആശ്വാസം ഫീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ നമുക്ക് അവരോട് ചോദിക്കാം എന്ത് പറ്റി എന്നുള്ള കാര്യം, എന്നിട്ട് അവരെ കേൾക്കാനായിട്ട് തയ്യാറാവാം. മൂന്നാമത്തെ കാര്യം, നമ്മുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും ഇമോഷൻസും ഒക്കെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഇങ്ങനത്തെ ഉള്ള ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത് നോർമലാണ്, അതിലൂടെ നമുക്ക് അതിനെ വേഗം തന്നെ മറികടക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരു മെസ്സേജ് അവർക്ക് ലഭിക്കും.